Dear students, today's topic is types of incentive schemes. Incentive wages എന്താണെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. It refers to performance linked compensation. It is given to improve motivation and productivity among employees. എംപ്ലോയീസിനെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കിക്കൊണ്ട് അവരുടെ പെർഫോമൻസ് കൂട്ടാനും ഓർഗനൈസേഷൻ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകുന്നതാണ് ഇൻസെൻറ്റീവ് വേജസ് എന്ന് പറയുന്നത്. അവരുടെ പെർഫോമൻസിൻ്റെ ബേസിലാണ് ഇങ്ങനെയുള്ള ഈ ഇൻസെൻറ്റീവ് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻസെൻറ്റീവ് സ്കീംസിൻ്റെ ടൈപ്സിനെ കുറിച്ചാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസെൻറ്റീവ് സ്കീംസ്. We can classify the incentive schemes into two. First one, individual incentive schemes. Second one, group incentive schemes. Individual incentive schemes. Under this scheme, the earnings of an individual worker are based only on his performance. Individual incentive schemes may be time-based or production-based. ഒരു എംപ്ലോയിയുടെ മാത്രം പെർഫോമൻസിൻ്റെ ബേസിൽ അയാളുടെ പേയ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറയുന്നത്. അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ബാക്കി എംപ്ലോയീസിൻ്റെയോ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ പെർഫോമൻസ് ഒന്നും നോക്കുന്നില്ല. ആ എംപ്ലോയിയുടെ മാത്രം പെർഫോമൻസിൻ്റെ ബേസിൽ അയാളുടെ ഇൻസെൻറ്റീവ് വേജസ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീംസ്. ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീമിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ടൈം ബേസ്ഡ് സ്കീം എന്നും പ്രൊഡക്ഷൻ ബേസ്ഡ് സ്കീം എന്നും. ഫസ്റ്റ് വൺ, ടൈം ബേസ്ഡ് സ്കീം. ടൈം ബേസ്ഡ് സ്കീമിന്റെ അണ്ടറിൽ വന്ന ഫസ്റ്റ് പ്ലാൻ ആണ് ഹാൾസെ പ്ലാൻ. ഹാൾസെ പ്ലാൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എഫ്.എ. ഹാൾസെ. This plan is a simple combination of time and piece rate system. Under this scheme, a standard time is fixed for completing a work in advance. If a worker completes his job in less than the standard time, he is given bonus for the time saved. It varies from 33% to 66%. F.A. ഹാൾസെ എന്നുള്ള ആളാണ് ഹാൾസെ പ്ലാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ടൈം റേറ്റിൻ്റെയും പീസ് റേറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ് എന്ത് ഹാൾസെ പ്ലാൻ. ടൈം റേറ്റ് നമുക്കറിയാം, ഒരാൾ വർക്ക് ചെയ്യുന്ന ടൈമിന്റെ ബേസിൽ അയാളുടെ വേജ് ഡിറ്റർമിൻ ചെയ്യുക. അതല്ല ഒരാൾ വർക്ക് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റിയുടെ ബേസിലാണെങ്കിലോ അത് പീസ് റേറ്റ് ആണ്. അപ്പം ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് എന്ത് ഹാൾസെ പ്ലാൻ. ഹാൾസെ പ്ലാൻ പ്രകാരം ഒരു സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ ഫിക്സ് ചെയ്യും. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യും. ഒരു എംപ്ലോയി ഈ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് അയാളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും, ഒരു ബോണസ് പ്രൊവൈഡ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ 1 hour ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 45 minutes കൊണ്ട് ആ എംപ്ലോയി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എങ്കിൽ അവിടെ ഒരു 15 minutes അയാൾ അവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഈ 15 minutesന് പകരമായിട്ട് അയാൾക്ക് എന്ത് ചെയ്യും, ഒരു ബോണസ് പ്രൊവൈഡ് ചെയ്യും. ഈ ബോണസ് എന്ന് പറയുന്നത് 33% മുതൽ 66% വരെയാവാം. ഹാൾസെ പ്ലാൻ പ്രകാരം ഒരു മിനിമം ടൈം വേജ് അയാൾക്ക് അവിടെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതിന് പുറമേ ആണ് എന്ത് പറയുന്നത്, ടൈം സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബോണസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, റോവൻ പ്ലാൻ. It was developed by James Rowan of England. It is similar method to Halsey plan, which a bonus is given for time saved. Here, only difference is the calculation of bonus. ഹാൾസെ പ്ലാൻ പോലെ തന്നെയാണ് റോവൻ പ്ലാനും. ഇതിലും ഒരു മിനിമം ടൈം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കുറഞ്ഞ ടൈമാണ് എംപ്ലോയി എടുക്കുന്നെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബോണസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഹാൾസെ പ്ലാനും റോവൻ പ്ലാനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ബോണസിന്റെ കാൽക്കുലേഷനിൽ മാത്രമാണ്. റോവൻ പ്ലാൻ പ്രകാരം ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബോണസ് ഈക്വൽ ടു ടൈം ടേക്കൺ ബൈ സ്റ്റാൻഡേർഡ് ടൈം into hourly rate into time saved. Third one, Emerson plan. Under this method, a standard output is determined in advance. A worker is entitled to get bonus if he attains 66.67% or more of the standard. The rate of bonus is increases with the increasing efficiency. എമേഴ്സൺ പ്ലാനിൽ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത്ര ടൈമിൽ ഇത്ര ഔട്ട്പുട്ട് അറ്റൈൻ ചെയ്യണം എന്നുള്ളതാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലായിട്ട് അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും, ബോണസ് പ്രൊവൈഡ് ചെയ്യും. 66.67%-നേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും, ഒരു ബോണസ് പ്രൊവൈഡ് ചെയ്യും. എഫിഷ്യൻസി കൂടുന്നതിനനുസരിച്ച് ബോണസിന്റെ റേറ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എമേഴ്സൺ പ്ലാൻ പ്രകാരവും ഒരു മിനിമം വേജ് എല്ലാ എംപ്ലോയീസിനും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എംപ്ലോയീസിന് മിനിമം വേജിന്റെ കൂടെ ബോണസും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫോർത്ത് വൺ, ബിഡോക്സ് പ്ലാൻ. Under this scheme, the benefit of time saved goes both to the worker and his supervisor in the ratio of 3:1.
So, supervisor always helps his subordinate in his work since he will also get the benefits. ബിഡോക്സ് പ്ലാൻ പ്രകാരം ഈ ടൈം സേവ് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് സൂപ്പർവൈസർക്കും കിട്ടുന്നുണ്ട്, അതുപോലെ വർക്കർക്കും കിട്ടുന്നുണ്ട്. ഹൾസയിലും റോവനിലൊക്കെ നമ്മൾ പറഞ്ഞു ഈ എംപ്ലോയി വളരെ കുറഞ്ഞ സമയം കൊണ്ട് അയാളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അയാളുടെ സേവ് ചെയ്ത ടൈമിനുള്ള ബെനിഫിറ്റ് അയാൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ബിഡോക്സ് പ്ലാൻ പ്രകാരം ഈ സേവ് ചെയ്ത ടൈമിനുള്ള ബോണസ് വർക്കർക്കും അതുപോലെ സൂപ്പർവൈസർക്കും 3:1 എന്നുള്ള റേഷ്യോയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എംപ്ലോയി എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർവൈസർ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അയാൾക്കും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇത്രയാണ് ടൈം ബേസ്ഡ് ഇൻസെൻറ്റീവ്സ്. അതായത് അവിടെ ടൈം സേവ് ചെയ്തതിൻ്റെ ബേസിലാണ് മെയിനായിട്ട് ഇൻസെൻറ്റീവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീമിലെ രണ്ടാമത്തെ കാറ്റഗറിയാണ് പ്രൊഡക്ഷൻ ബേസ്ഡ് ഇൻസെൻറ്റീവ്സ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് പ്ലാൻ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അണ്ടർ ദിസ് മെത്തേഡ് മിനിമം വേജ് ഈസ് not guaranteed. If a worker completes the task in the standard time, he is paid high rate and lower rate is paid if more than the standard time is taken. Time based സിസ്റ്റത്തിൽ 4 സിസ്റ്റത്തിലും ഒരു മിനിമം വേജ് എല്ലാ എംപ്ലോയീസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ അവർ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അഥവാ അവർ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ബോണസും കൊടുക്കുന്നുണ്ട്. പക്ഷേ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം ഒരു മിനിമം വേജ് എംപ്ലോയീസിന് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് അവരുടെ വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നൽകുന്ന പേയ്മെൻറ്റ് ഹയർ ആയിരിക്കും. അതുപോലെ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കൂടുതൽ സമയം എടുത്തിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് നൽകുന്ന പേയ്മെൻറ്റ് ലോവർ ആയിരിക്കും. നെക്സ്റ്റ് ഗാൺസ് ടാസ്ക് സിസ്റ്റം. ഇറ്റ് ഈസ് സിമിലർ ടു ടൈലർ സ്കീം. അണ്ടർ ദിസ് സിസ്റ്റം minimum wage is guaranteed for taking standard time or more. A person take less than standard time, he gets time wage plus bonus. ഗാൺസ് ടാസ്ക് സിസ്റ്റത്തിലും ഒരു മിനിമം വേജ് എല്ലാ എംപ്ലോയീസിനും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് അയാൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ടൈം വേജും അതിൻ്റെ കൂടെ ഒരു ബോണസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാൾസെ റോവൻ പ്ലാൻ പോലെ ഏതാണ് സിമിലർ ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണെന്ത് ഗാൺസ് ടാസ്ക് സിസ്റ്റം. തേർഡ് വൺ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം. അണ്ടർ ദിസ് വർക്കേഴ്സ് പ്രൊഡ്യൂസിംഗ് ലെസ് ദാൻ 83% of the standard output are paid at a basic piece rate. Those producing from 83% to 100% of the standard output are paid 110% of the basic piece rate, and workers producing more than the standard output are paid at 120% of the basic piece rate. ഈ ഒരു സിസ്റ്റം പ്രകാരം ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആദ്യം തന്നെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൻ്റെ 83%-നേക്കാൾ കുറഞ്ഞ അളവിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള റേറ്റിലാണ് പേയ്മെൻറ്റ് നൽകുന്നത്. അവർ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൻ്റെ 83%-നേക്കാൾ ലോവർ ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള റേറ്റിലാണ് പേയ്മെൻറ്റ് നൽകുന്നത്. 83% മുതൽ 100% വരെ, അതായത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൻ്റെ 83 to 100% വരെയാണ് എംപ്ലോയി പ്രൊഡ്യൂസ് ചെയ്തത് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ബേസിക് പീസ് റേറ്റിൻ്റെ 110% പേയ്മെൻറ്റ് നൽകും. അതായത് ഒരു ബേസിക് പീസ് റേറ്റ് ഉണ്ടാവും, ബേസിക് ആയിട്ട് അവർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ് ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ 110% എന്ത് ചെയ്യും, എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലായിട്ട് എംപ്ലോയി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ബേസിക് പീസ് റേറ്റിൻ്റെ 120% ആയിരിക്കും പേയ്മെൻ്റ് ആയിട്ട് നൽകുന്നത്. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് നമ്മൾ ആ റേറ്റും കാര്യമാണ് നോക്കേണ്ടത്. സ്റ്റാൻഡേർഡ് റേറ്റും ഉണ്ടാവും, ആ സ്റ്റാൻഡേർഡ് റേറ്റിനനുസരിച്ചുള്ള ഒരു ബേസിക് പേയ്മെൻറ്റിൻ്റെ റേറ്റും ഉണ്ടാവും. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റിൽ 83 ബിലോ ആണോ നോക്കുക, 83 to 100 ആണോ നോക്കുക, 100-നേക്കാൾ കൂടുതലാണോ നോക്കുക. അതുപോലെ തന്നെ ഇയാൾക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ് 83-ൽ ബിലോ ആണെങ്കിൽ ബേസിക് മാത്രമായിരിക്കും. 83 മുതൽ 100 വരെ ആണെങ്കിൽ അയാൾക്ക് 110% ഓഫ് ബേസിക് പീസ് റേറ്റ് കൊടുക്കും. ഇനി സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലാണെങ്കിൽ 120% ഓഫ് ബേസിക് പീസ് റേറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീമിൽ വരുന്നത്. ഒരു എംപ്ലോയിയുടെ മാത്രം പെർഫോമൻസിൻ്റെ ബേസിലാണ് അയാളുടെ പേയ്മെൻറ്റ് നൽകുന്നത്. ദെൻ നെക്സ്റ്റ് ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സ്കീംസ്. ഹിയർ ഇൻസെൻറ്റീവ് വിൽ ഗെറ്റ് ഫോർ ദി എൻറ്റയർ എംപ്ലോയീസ് ഇൻ ദി ഡിപ്പാർട്ട്മെൻറ്റ്. ചില സിറ്റുവേഷനിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സിംഗിൾ എംപ്ലോയി കൊണ്ട് മാത്രം സാധിക്കില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ചേർന്നിട്ടായിരിക്കും ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഇൻസെൻറ്റീവ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ എംപ്ലോയീസിനും ആയിരിക്കും. ഇത്രയും ഇൻസെൻറ്റീവ്സിനാണ് എന്ത് പറയുന്നത്, ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറയുന്നത്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് പ്ലാൻ ആണ് പ്രീസ്റ്റ്മാൻ പ്ലാൻ. എ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഈസ് ഫിക്സ്ഡ് ഫോർ ദി എൻറ്റയർ ഫാക്ടറി.
If production exceed the standard, the bonus is paid. പ്രിസ്മം പ്ലാൻ പ്രകാരം ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അവർ ഫിക്സ് ചെയ്യും. ആ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലായിട്ട് ആ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ബോണസ് പ്രൊവൈഡ് ചെയ്യും. അതിനാണ് പ്രിസ്മാൻ പ്ലാൻ എന്ന് പറയുന്നത്. ഹൾസെയിലും റോവനിലൊക്കെ ആ ഇൻഡിവിജ്വൽ എംപ്ലോയി സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിൻ്റെ കേസാണ് പറയുന്നത്. ആ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ചേർന്നിട്ട് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ബോണസ് പ്രൊവൈഡ് ചെയ്യും. സെക്കൻഡ് വൺ, Sealant plan. This plan provide 1% participatory bonus for every 1% increase in productivity. It is available to all employees except top management. ഈ ഒരു പ്ലാൻ പ്രകാരം അവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ 1% ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ എംപ്ലോയീസിനും 1% പാർട്ടിസിപ്പേറ്ററി ബോണസ് പ്രൊവൈഡ് ചെയ്യും. ടോപ്പ് മാനേജ്മെന്റ് ഒഴികെ ബാക്കി എല്ലാ എംപ്ലോയീസിനും ഈ ഒരു ടൈപ്പ് ബോണസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ്, co-partnership. Under this scheme, the employees are offered share of the enterprise at reduced rate as bonus. ഈ ഒരു പ്ലാനിൽ ബോണസ് ഷെയറിന്റെ ഫോമിലാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്പനിയുടെ ഷെയർ കുറഞ്ഞ റേറ്റിൽ ബോണസ് ആയിട്ട് എംപ്ലോയീസിന് ഓഫർ ചെയ്യുന്ന ഒരു പ്ലാൻ ആണ് എന്ത്? co-partnership. Fourth one, profit sharing. Under this, a certain percentage of profits are distributed at fixed interval. It may be of two types: current profit sharing, സെക്കൻഡ് വൺ ഡെഫേർഡ് പ്രോഫിറ്റ് ഷെയറിംഗ്. ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റിൻ്റെ സെർട്ടൺ പെർസെൻറ്റേജ് എംപ്ലോയീസിന് ഫിക്സ്ഡ് ഇൻ്റർവെല്ലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലാവാം. ഫസ്റ്റ് വൺ, കറന്റ് പ്രോഫിറ്റ് ഷെയറിംഗ്. അണ്ടർ ദ കറന്റ് പ്രോഫിറ്റ് ഷെയറിംഗ്, ഈച്ച് വർക്കർ ഈസ് പെയ്ഡ് ഹിസ് പോർഷൻ ഓഫ് ഹിസ് പ്രോഫിറ്റ് ഇൻ ക്യാഷ്. ക്യാഷ് ഫോമിൽ ഓരോ എംപ്ലോയിക്കും അയാളുടെ പോർഷൻ പ്രൊവൈഡ് ചെയ്യുക. സെക്കൻഡ് വൺ, ഡെഫേർഡ് പ്രോഫിറ്റ് ഷെയറിംഗ്. In deferred profit sharing, the share of profit due to each worker is either credited to his provident fund account or to his pension account. Current profit sharing അയാളുടെ പോർഷൻ അയാൾക്ക് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഡെഫേർഡ് പ്രോഫിറ്റ് ഷെയറിംഗിൽ ക്യാഷ് ഫോമിൽ അയാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒന്നുകിൽ അത് അയാളുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ പെൻഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അതാണ് ഡെഫേർഡ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ് സ്കീമിൽ വരുന്നത്.